ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ തെരുവല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മാരുതി സുസുക്കി ഇൻവിക്ടോ. മാരുതി സുസുക്കി നമ്മുടെ ടയോട്ട ബ്രാൻഡുമായിട്ടുള്ള കൊളാബറേഷനിൽ ജനിച്ച നമ്മുടെ ഇൻവിക്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതിൽ രണ്ട് മോഡലാണ് വരുന്നത്, സീറ്റ പ്ലസ് അതുപോലെ തന്നെ ആൽഫ പ്ലസ്. അപ്പോൾ സീറ്റ പ്ലസ് ആണ് ഇതിൽ നമ്മുടെ ബേസ് വേരിയൻറ്റ്. സീറ്റ പ്ലസും ഇതാണ് നമ്മുടെ ആൽഫ പ്ലസ് ആണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂ നെക്സ ബ്ലൂ വണ്ടി ആൽഫ പ്ലസ് ആണ്, ഇത് സീറ്റ പ്ലസ്. അപ്പോൾ രണ്ട് വേരിയൻ്റേ വരുന്നുള്ളൂ. ആ രണ്ട് വേരിയൻറ്റും ഏകദേശമൊക്കെ ഓപ്ഷൻസൊക്കെ എല്ലാം സെയിമാണ്. നമുക്ക് കാണാൻ ലുക്ക് ഉണ്ട്, എനിക്ക് അത്ര പെർഫെക്ഷൻ എനിക്കത് തോന്നിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റ പ്ലസ് ഇതിനേക്കാളും ലുക്കൊക്കെ ആൽഫ പ്ലസ് ആണ്. ആൽഫ പ്ലസിൻ്റെ എന്താ വെച്ചാൽ വീലാർച്ചിട്ടൊക്കെ പിയാനോ ബ്ലാക്ക് നല്ല ലുക്ക് സംഭവമാണ് വരുന്നത്. എന്നാൽ സീറ്റ പ്ലസിനതൊന്നും ഇല്ല, അതൊക്കെ എക്സ്ട്രാ ആക്സസറീസാണ്, എക്സ്ട്രാ ചെയ്യണം. പിന്നെ ഫീച്ചേഴ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നല്ല ലുക്കൊക്കെ ഉള്ള നല്ല കിടുക്കാച്ചി വണ്ടി. എന്താ പറയുക, ഇൻറ്റീരിയർ ഒക്കെ നല്ല കിടുക്കാച്ചിയാണ്. 8 ടൈം അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെയാണ്. നമുക്ക് പവറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സൊക്കെയാണ് വരുന്നത്. നല്ല ലുക്ക് വണ്ടി. നമ്മൾ ഇന്നോവേനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഇൻവിക്ടോയും ഇന്നോവയും ഒരേ എന്താ പറയുക ബേസിൽ വരുന്ന വണ്ടിയാണെങ്കിലും അത് കമ്പാരിസൺ അത് പ്രായോഗികമല്ല. എന്താ വെച്ചാൽ ടയോട്ടയുടെ ബിൽഡ് ക്വാളിറ്റിയും മാരുതി സുസുക്കിയുടെ ബിൽഡ് ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ കിടുക്കാച്ചി വണ്ടിയാണ്. ഒരു 7 സീറ്റർ വണ്ടി. ഇത്ര 3 റോയിലും സീറ്റിലും നമുക്ക് നമ്മൾ എന്താ പറയുക 3 റോയിലെ സീറ്റിനും വാണിങ്ങും എല്ലാം നമ്മുടെ സീറ്റ് ബെൽറ്റ് വാണിങ്ങും ഒക്കെ വന്ന് വിൻഡോ കർട്ടനാണ് കിടുക്കാച്ചിയായിട്ടുള്ള വിൻഡോ കർട്ടൻ കണ്ട. അതെ, നമുക്ക് ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ അഴിച്ച് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോർ പാഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. നമുക്ക് വീണ്ടും കൊളത്തണമെങ്കിൽ ഒന്ന് പിടിച്ച് ഇങ്ങനെ കൊളത്തിയാൽ മതി. കിട്ടുക്കാച്ചി സംഭവം കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ആ സീറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ നല്ല പെർഫെക്റ്റ് സീറ്റിംഗ് കേട്ടോ. സീറ്റ് ക്വാളിറ്റിയും അതൊക്കെ നല്ല ആണ്. കമ്പാരിറ്റീവ്ലി എനിക്കിഷ്ടമായി. മതിയുടെ മറ്റു മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയറിൽ ഡാഷൊക്കെ നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ ഗ്രാൻഡ് വിറ്റാരയിൽ പോലും നമുക്ക് ഇത്ര നല്ല ഫീച്ചേഴ്സ് ഗ്രാൻഡ് വിറ്റാരേക്കാളും എന്തായാലും മുകളിലാണ് ഇൻവിക്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് മാരുതിയിൽ ഗ്രാൻഡ് വിറ്റാരേനേക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് നമ്മുടെ ഇൻവിക്ടോ. അപ്പോൾ ഇൻവിക്ടോയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോകൾ നമുക്ക് പുതിയ വാഹനങ്ങളെക്കുറിച്ചും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻവിക്ടോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞു. ഇൻവിക്ടോയുടെ ആൽഫ പ്ലസും സീറ്റ പ്ലസുമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം എന്ന വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് സാധിക്കട്ടെ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ലൈവ് മീഡിയ PLR ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ തെരുവല്ലോ.